വയനാട് ഇടത് സത്യൻ മോഹനും അതുകൊണ്ട് സംസാരിക്കും. വന്നപ്പോഴാണ് ഈ മണ്ഡല ചരിത്രത്തിൽ LDFന് ഏറ്റവും ഉയർന്ന വോട്ട് കിട്ടിയത്, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് അത് എണ്ണട്ടെന്നെ, ഇപ്പൊ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടല്ലോ. നാടകമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു ഡിഫൻസിന് വേണ്ടിയാണത്. നാടകമല്ലത്, അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇടപെടലാണത്. കാരണം ഇന്ത്യ മുന്നണിയുമായി, അതിലെ ഘടക പാർട്ടിയുമായി, ഘടക കക്ഷികളുമായി ഒരു ഫ്രണ്ട്ലി കണ്ടസ്റ്റിനാണ് ശ്രമിച്ചത്. അപ്പോൾ ഫ്രണ്ട്ലി കണ്ടസ്റ്റ് ഇപ്പോൾ ഉണ്ടല്ലോ, അത് ചില സംഭവങ്ങളുണ്ട്. അതിന് അങ്ങനെ ഒരു ഡിഫൻസിന് വേണ്ടി വളരെ പൊളിറ്റിക്കലായി ആലോചിച്ചിട്ടുള്ള ഒരു മൂവായിരുന്നു അത്. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞാണുള്ളത്, വളരെ പൊളിറ്റിക്കലായി ആലോചിച്ച് ഇത് ഏതെങ്കിലും സ്ഥലത്ത് ഡിബേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളും LDFുമായിട്ട് ഫ്രണ്ട്ലി കണ്ടസ്റ്റ് നടത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്നൊരു ആർഗ്യുമെന്റ് വേണ്ടി ഒന്ന് ഉണ്ടാക്കി വെച്ചതാണത്. ഇന്ത്യ മുന്നണിയുടെ അന്തസത്ത കളഞ്ഞൊന്നുമല്ല, ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ അപ്രോച്ചിന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ മത്സരത്തിലൂടെ അവർ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് UDF പോലും ആകട്ടെ ഡെമോക്രറ്റിക് സെക്യുലർ മൈൻഡാണുള്ളത്. ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡാണ് ഇടപെടൽ ശേഷി. പാർലമെൻ്ററി തലത്തിലുള്ള ഇടപെടൽ ശേഷി അവർ ലിമിറ്റഡാണ്. ഒരു സീറ്റ് പോലും കേരള നിയമസഭയിലില്ല. അത്തരം ഒരു കേന്ദ്രത്തിൽ വന്ന് എൻ്റെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ്, സെക്കൻഡ് എന്നോ ഫസ്റ്റ് എന്നോ തേർഡ് എന്നോ വിശേഷിപ്പിക്കുന്ന ഒരു ദേശീയ നേതാവ് ലെഫ്റ്റിനോട് മത്സരിക്കാൻ തയ്യാറായി വന്നത് അതെന്താണ്? അവിടെ എന്തുകൊണ്ട് മത്സരിച്ചില്ല? UP എന്തുകൊണ്ട് മത്സരിച്ചില്ല? ഗുജറാത്തിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? മധ്യപ്രദേശ്, ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ ബേസായ കേന്ദ്രങ്ങളായിരുന്നു. കോൺഗ്രസ് മാത്രമായ അവരുടെ ബേസ് ആര് കൊണ്ടുപോയി? ഇറോഡ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? ഫാസിസ്റ്റ് ശക്തികളാണ് കൊണ്ടുപോയത്. അപ്പോൾ അവരോട് കൺസിസ്റ്റൻ്റായി അവിടെ നിന്ന് അവരോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു രാഷ്ട്രീയ ശക്തി കാണിക്കാതെ അവിടെ ഒളിച്ചോടി ലെഫ്റ്റിനെതിരായി മത്സരിച്ചത് രാഷ്ട്രീയ ഭീരുത്വമാണത്. ഇന്ത്യ മുന്നണിയുടെ സങ്കല്പങ്ങൾക്ക്, ആ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായ സമീപനമാണത്. അത് രാജ്യം ചർച്ച ചെയ്യുമല്ലോ. ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ സെക്യുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസിന് സഹിക്കാൻ പറ്റില്ല, ആ ജനതയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അവരത് ചോദ്യം ചെയ്യും.